നമസ്കാരം. ഇന്ന് സുപ്രീം കോടതി സുപ്രധാനമായ ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സമ്പൽ എന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള വെടിവെപ്പ് 5 പേരാണ് മരിച്ചിരിക്കുന്നത്. അവിടുത്തെ സമ്പലിലെ മുസ്ലിം പള്ളി പണ്ട് കാലത്ത് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നും അതുകൊണ്ട് അവിടെ സർവേ നടത്തണമെന്നും കൊണ്ടുള്ള സിവിൽ കോടതിയുടെ ഉത്തരവ് അനുസരിച്ചുകൊണ്ടാണ് അവിടെ സർവേ ആരംഭിച്ചത്. ഭരണകൂടവും അതിന് പൂർണ്ണമായി പിന്തുണ നൽകി. അതിനെതിരെ അവിടെയുള്ള മുസ്ലിം ആരാധനാലയത്തിന് ബന്ധപ്പെട്ട ആളുകൾ അതിനെ തടയാനുമെത്തി. അവിടെ വലിയ തോതിൽ സംഘർഷമുണ്ടായി. അവസാനം 5 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർ ഹോസ്പിറ്റലാണ്. അങ്ങനെയുള്ള സംഭവത്തിൽ അവിടേക്ക് രാഹുൽ ഗാന്ധി അടക്കം ചെല്ലാൻ ശ്രമിച്ചെങ്കിലും അവിടെ തടയുകയുണ്ടായി. കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കന്മാർ അവിടേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും അതും പോലീസ് തടഞ്ഞു. അവിടേക്ക് ആരും വരാൻ പറ്റാത്തൊരവസ്ഥയിൽ വലിയ കലാപഭൂമിയാക്കി സമ്പൽ മാറിയിരുന്നു. ഇത് രാജ്യത്തുണ്ടാക്കിയ വലിയ കലാപം തടഞ്ഞത് സുപ്രീം കോടതിയാണ്. ഇതിനെതിരെ അവിടെ ഇത്തരത്തിലുള്ള സർവേ നടത്തുന്നതിനെതിരെ ഹർജിയുമായി ഇന്ത്യയിലെ വിവിധ സംഘടനകൾ എത്തുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് മുസ്ലിം ലീഗും. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇപ്പോൾ വലിയ ഉത്തരവ് വന്നിരിക്കുകയാണ്. രാജ്യത്തിന് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവാണ്. കാരണം സമ്പലുണ്ടായ പോലെ ഇനി ഇന്ത്യയിലെ 11 സ്ഥലങ്ങളിൽ ഇതേപോലെ സർവേ നടത്താനുള്ള സിവിൽ കോടതിയുടെ ഉത്തരവ് നിലവിൽ വന്നിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് സുപ്രീം കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നേരത്തെ 1991 സംരക്ഷണ നിയമപ്രകാരം ഇന്ത്യയിൽ ബാബറി മസ്ജിദ് ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അതേപടി നിലനിർത്തണമെന്നാണ് ഉത്തരവുണ്ടായിരുന്നത്. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ, അതായത് ഹിന്ദുവിൻ്റെ ആയാലും മുസ്ലിമിൻ്റെ ആയാലും ക്രിസ്ത്യൻ്റെ ആരേതായാലും ശരി, എങ്ങനെയാണോ അന്ന് ഉണ്ടായിരുന്നത് 47 അതേപടി നിലനിർത്തണമെന്നായിരുന്നു 1991 ഈ നിയമപ്രകാരം ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ചില സിവിൽ കോടതികൾ അത് പരിഗണിക്കാതെ പല സ്ഥലത്തും ഇങ്ങനെ ഉത്തരവിടുന്നു, സർവേകൾക്ക് വേണ്ടി ഉത്തരവിടുന്നു. അവർ പഴയ ക്ഷേത്രങ്ങളാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള സർവേകൾ നടത്തിക്കുന്നു. ഇത് അവിടെ വലിയ സംഘർഷമുണ്ടാക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ഗ്യാൻപാബിയിലും അതേപോലെ കാശിയിലും മധുരയിലും അടക്കം ഇതേപോലെ 11ഓളം സ്ഥലങ്ങളിൽ സുപ്രധാനമായ സ്ഥലങ്ങളിൽ ഇത് സംഘർഷഭൂമിയാക്കാൻ സാധ്യതയുണ്ട്. അവിടെയുള്ള സർവേക്ക് ഈ സിവിൽ കോടതികൾ ഉത്തരവിട്ടത് തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായ രൂപത്തിൽ ഒരു നടപടി സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായും BJP ഗവൺമെൻറ്റിന് വലിയ തിരിച്ചടി തന്നെയാണ്. അവർ ആഗ്രഹിച്ചിരുന്നത് ഉത്തർപ്രദേശിലുണ്ടായ പോലെ, അതായത് ബാബറി മസ്ജിദ് എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുവഴി ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാവുക, മുസ്ലിം കൺസോൾട്ടേഷൻ, അങ്ങനെ അടുത്ത ഒരു ഇലക്ഷനിൽ മുന്നോട്ട് പോകാനുള്ള തന്ത്രമായിട്ടാണ് ഇതിനെ അവർ കണ്ടത്. ഇന്ത്യയിലെ പ്രമുഖ സ്ഥലങ്ങളിൽ കാശിയിലാകട്ടെ, മധുരയിലാകട്ടെ, ഗ്യാൻവാബിയിലാകട്ടെ, അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങൾ അടങ്ങിയ പുരാതനമായ പുണ്യസ്ഥലങ്ങളിലെല്ലാമുള്ള മുസ്ലിം പള്ളികളിൽ അതെല്ലാം മുമ്പ് ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നു. ആ ഹിന്ദു ക്ഷേത്രങ്ങൾ പിന്നീട് മുഗൾ ഭരണകാലത്ത് പിടിച്ചെടുത്തതാണെന്നും അങ്ങനെ പിടിച്ചെടുത്തത് പള്ളികളാക്കിയതാണെന്നും എന്നുള്ള വാദഗതിയാണ് മിക്ക സ്ഥലത്തും ഉയർത്തിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ ഇനി പറ്റില്ല. ഒരു കാരണവശാലും ഒരു സിവിൽ കോടതി പുതിയതായ ഹർജി വാങ്ങുവാനോ ഇപ്പോൾ നിലവിലുള്ള ഹർജികൾ നടപടി തുടരുവാനോ ഉത്തരവിട്ട നടപടികൾ മുന്നോട്ട് പോകാനോ പാടില്ല. അതേപടി സ്റ്റാറ്റസ് കോ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് 3-അംഗ ബെഞ്ച്, സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് ഇപ്പോൾ ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് VP സഞ്ജയ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയിക്കൊണ്ട് VP സഞ്ജയ് ഖാൻ, വിശ്വനാഥൻ തുടങ്ങിയ 3 ജഡ്ജിമാരാണ് ഇന്ന് ഈ ഉത്തരവിൽ ഹർജി പരിഗണിച്ചത്. വളരെ സുപ്രധാനമായ ജനകീയമായ ജനാധിപത്യപരമായ ഒരു വിധിയാണിതെന്ന് തീർച്ചയായും ഉത്തരവാണിതെന്ന് തീർച്ചയായും പറയാൻ പറ്റും. ഇന്ത്യയിൽ വൻ കലാപത്തിന് സാധ്യതയുണ്ടായിരുന്നൊരു സംഭവമാണ് സമ്പലെപ്പോലെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ സർവേക്ക് ഉത്തരവിടുക, അവിടെ പഴയ അമ്പലങ്ങളായിരുന്നു എന്നുള്ള ഒരു പഠനത്തിന് വേണ്ടി ശ്രമിക്കുക, അവിടെ കലാപമുണ്ടാകുക, അങ്ങനെ അവിടെ മുസ്ലിം ഹിന്ദു ഒരു കലാപമുണ്ടായി ഇന്ത്യയെ വിഭജിക്കുന്ന രൂപത്തിൽ, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സംഘർഷമുണ്ടാക്കുന്ന രൂപത്തിൽ, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ആ കലാപം കത്തിപ്പടരുന്ന രൂപത്തിൽ ഉള്ള ഒരു സംഭവമായിരുന്നു ഈ സമ്പലിലെ സംഭവം. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ 12
പള്ളികളിൽ ഇതേപോലെ ഉത്തരവിട്ടത്, സിവിൽ കോടതി ഉത്തരവിട്ട് അത് അങ്ങനെ തുടർന്നിരുന്നെങ്കിൽ ഇന്ത്യയിൽ അത് വർഗീയ കലാപമായി മാറുമായിരുന്നു. ഇതിനെ തടയിട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഉത്തരവിലൂടെ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. അതെന്തായാലും സ്വാഗതാർഹമായ കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് ഇവിടുത്തെ മതേതരവാദികൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ഏത് മതത്തിൽ പെട്ടവർക്ക് അതാത് മതങ്ങളുടെ ഇതുള്ള അമ്പലങ്ങളിലോ പള്ളികളിലോ അതേപോലെ മുസ്ലിം പള്ളികളിലോ ക്രിസ്ത്യൻ പള്ളികളിലോ സിഖുകാർക്ക് വേണമെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളിലോ എല്ലാം തന്നെ പോകാം. പക്ഷേ അത് 1947 എന്താണോ സ്റ്റാറ്റസ് കോ അതേപോലെയുള്ള ആയിരിക്കണം. അതിലപ്പുറത്തേക്ക് അവകാശവാദമേ ആർക്കും ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളത് അടിവരയിട്ട് 1991 ആരാധനാലയ സംരക്ഷണ ബില്ലുള്ളതാണ്, ഉത്തരവുള്ളതാണ്. ആ ഉത്തരവിനെ ലംഘിച്ച് ഒരു കോടതിയും, ഒരു സിവിൽ കോടതിയും ഈ ഉത്തരവ് നടപ്പിലാക്കാൻ പാടില്ല, ഹർജി സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള സുപ്രധാന വിധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വാഗതാർഹമായ വിധിയാണ്, ഉത്തരവാണ് എന്ന് പറയേണ്ടി വരുന്നു. നന്ദി, നമസ്കാരം.